ശബരിനാഥാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തായാലും നേമത്ത് സ്ഥാനാർത്ഥി ആവുന്നു താങ്കൾ എന്നുള്ളതാണ്. അന്തിമ പട്ടിക അല്പസമയത്തിനകം തന്നെ വരും എന്നാണ് തോന്നുന്നത്. അല്ലാതെ പട്ടികയൊക്കെ വരുമ്പോഴല്ലേ ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയത്തുള്ളൂ. എന്തായാലും നേമത്ത് നല്ലൊരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും. ഇത്തവണ നേമത്ത് വിജയിക്കാനുള്ള എല്ലാ ചേരുവകളും UDF-നുണ്ട്. നല്ല വിജയം നേമത്തും തിരുവനന്തപുരം ജില്ലയിലും ഈ പറഞ്ഞ കേരളത്തിലുമൊക്കെ UDF-ന് ടാഗ്ലൈൻ പോലെ കേരളം ജയിക്കും, UDF നയിക്കും. ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. കാരണം ഒരു ഭാഗത്ത് BJP വരുന്നതിനെതിരെ കഴിഞ്ഞ തവണ എല്ലാം തന്നെ നമുക്ക് കണ്ടതാണ് മത്സരം. അതിന്റെ ഭാഗമായിട്ടാണ് വി ശിവൻകുട്ടി അവിടെ ജയിക്കുന്നത്. കെ മുരളീധരന്റെ ശക്തമായ സാന്നിധ്യമായിരുന്നത്. അതുപോലെ തന്നെ ഒരു സാന്നിധ്യമായിരിക്കുമോ താങ്കളുടേത്? അല്ലെങ്കിൽ ശിവൻകുട്ടിയെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും തകർക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ കഴിയുമോ അവിടെ? ഇല്ല, സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് എന്തായാലും ഒരു 11 മണിക്ക് അടുപ്പിച്ച് അറിയാൻ കഴിയും. പക്ഷെ UDF-ന് വിജയിക്കുവാനുള്ള ചേരുവകൾ നിയമം അസംബ്ലിയിലുണ്ട്. വെളിയിൽ നിന്ന് കാണുന്ന നിയമമല്ല യഥാർത്ഥ നിയമം. അവിടെ പാർട്ടി സംവിധാനം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അവിടെ ജനങ്ങൾക്ക് UDF ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വെളിയിൽ നിന്ന് കാണുന്ന നിയമമല്ല, നിയമത്തെ അത്ഭുതങ്ങൾ ഉണ്ടാകും തീർച്ചയായും. ഈ ശിവൻകുട്ടിയെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അല്ല, എനിക്ക് നല്ല വ്യക്തിപരമായ നല്ല ബന്ധം എല്ലാ രാഷ്ട്രീയക്കാരായിട്ടും ഉണ്ട്. ആർക്കും എതിരെ പറയുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ ശിവൻകുട്ടി അദ്ദേഹം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മേയറായിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് നല്ല അടുപ്പമുള്ള ഒരാളാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഞാൻ താമസിക്കുന്ന കവടിയാർ വാർഡിലെ SFS റിട്രീറ്റിലാണ് താമസിക്കുന്നത്. അവിടുത്തെ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും എന്റെ വോട്ടറാണ്. അപ്പം അതുകൊണ്ട് പക്ഷെ അവർ പറയുന്ന രാഷ്ട്രീയത്തിന് എനിക്ക് എതിരുണ്ട്. വ്യക്തിപരമായ എതിർപ്പില്ല. പക്ഷെ അവർ പറയുന്ന രാഷ്ട്രീയം PM ശ്രീ പദ്ധതിക്കടക്കം ഒപ്പിട്ടത് ശിവൻകുട്ടി മിനിസ്റ്ററും ഒപ്പിടാൻ പ്രേരിപ്പിച്ചത് ശ്രീ ചന്ദ്രശേഖരനുമാണ്. ഇവിടെ ലേബർ കോഡുകൾ ആരും അറിയാതെ തിരികെ കയറ്റിയ ലേബർ മന്ത്രി ശിവൻകുട്ടി ചേട്ടനാണ്. അത് ഒപ്പിടാൻ പ്രേരിപ്പിച്ച ആള് ചന്ദ്രശേഖരാണ്. അപ്പൊ ഒരു സൈഡിൽ BJP LDF ബാന്ധവം നിയമത്തുള്ളപ്പോൾ മറു സൈഡിൽ രാഷ്ട്രീയവും നിലപാടും പറഞ്ഞുകൊണ്ട് UDF നിൽക്കുന്നു. ശിവൻകുട്ടി ചേട്ടനും ചന്ദ്രശേഖറുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കൊരു വിഷയവുമില്ല. എനിക്ക് ആരോടും വ്യക്തിപരമായിട്ടുള്ള വിഷയവും ഭിന്നിപ്പില്ല. പക്ഷെ അവരുടെ രാഷ്ട്രീയത്തിനെതിരെയുള്ള വ്യത്യസ്തകളുണ്ട്, നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. എത്ര ഭരണ തുടർച്ചയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് LDF. പക്ഷേ അതിനെ എങ്ങനെയും മറച്ചിടുക എന്നുള്ളതാണ് UDF-ന്റെ നീക്കം. അത് എത്രത്തോളം ഗുണം ചെയ്യും? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2021 നിയമസഭാ ഇലക്ഷന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വിജയിച്ചത് UDF ആണ്. ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വിജയിച്ചത് UDF ആണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF വിജയിച്ച ഒരു ഇലക്ഷന്റെ പേര് പറ. ലോക്സഭ വിജയിച്ചത് UDF. പുതുപ്പള്ളി, തൃക്കാക്കര, നിലമ്പൂർ അടക്കമുള്ള ബൈ ഇലക്ഷനുകളിൽ വലിയ ഭൂരിപക്ഷം ജയിച്ചത് UDF ആണ്. ത്രിതല പഞ്ചായത്തുകളിൽ 60% സീറ്റുകളും വിജയിച്ചത് UDF ആണ്. അപ്പൊ LDF-ന് കഴിഞ്ഞ 5 വർഷമായിട്ട് അവരുടെ വിന്നിംഗ് പെർസെന്റേജ് 0 ആണ്. ജനങ്ങൾ UDF-നൊപ്പമാണ്. ആ വിജയം തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ ആവർത്തിക്കും. നിയമത്തെത്തിക്കഴിഞ്ഞാൽ എന്തായാലും വിജയത്തിൽ കുറഞ്ഞൊന്നുമില്ല. ഞാനെന്ന വ്യക്തിയല്ല, UDF-ന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും 100% വിജയം. നിങ്ങൾ കാണുന്ന നിയമമല്ല, നിയമത്തിന്റെ ശരിയായിട്ടുള്ള ഹൃദയത്തുടിപ്പ് നമുക്കറിയാം. ആ ഹൃദയത്തുടിപ്പ് UDF-നൊപ്പമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നേമത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പട്ടിക അല്പസമയത്തിനകം തന്നെ വരും. അതിനുശേഷം അതേക്കുറിച്ച് പറയാമെന്ന് അദ്ദേഹം പറയുമ്പോഴും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നു. അതിൽ രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്ന റോൾ എന്താണ്, വി ശിവൻകുട്ടി എടുക്കുന്ന റോൾ എന്താണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ UDF വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾ നടത്തുന്ന പ്രചാരണത്തിന്റെ ആയുധം എന്താണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാമറാമാൻ മനീഷിനൊപ്പം S വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.